എല്ലാവർക്കും നമസ്തേ. ഏകദേശം രണ്ടാഴ്ചയോടടുക്കുന്നു ഇ ഡി, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ കൂടെ താമസിക്കുന്ന മകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. അതായത് ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ അവർ പിടിച്ചെടുക്കുന്നു. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് പിണറായി വിജയൻ്റെ പരോക്ഷമായ ആഹ്വാനപ്രകാരം സംസ്ഥാന സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകർ അവിടെ വലിയ അക്രമ പ്രവർത്തനങ്ങളും ഗുണ്ടായുസവും കാണിച്ച് ED ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ച് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം പാർട്ടി അണികൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെ വന്ന ഉദ്യോഗസ്ഥരെ കൊല്ലുകയോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ച് അതിലവർ പരാജയപ്പെട്ടു. അവർക്ക് ഇവരെ ആരെയും കൊല്ലാൻ പറ്റിയില്ല. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഉദ്യോഗസ്ഥർ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭയന്ന് പിന്മാറും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു CPM അണികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ സംഭവത്തോടുകൂടി ആ ചിത്രമെല്ലാം മാറുകയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ കോടതികളിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. തിരിച്ചടിയുണ്ടായി. അവസാന കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയാണ് നേരത്തെ കണ്ടെത്തിയ SFIO കണ്ടെത്തിയ ആ തെളിവുകളും എല്ലാം EDക്ക് കൈമാറണം എന്നുള്ള ഒരു വിധിയുണ്ടായി. ഇവർ കോടതിയിൽ എതിർത്തു. ഇവർ നേരിട്ട് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന അവർ എതിർത്തില്ല എങ്കിലും CMRൽ കൂടി അവർ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ കോടതി എന്താണ് ചെയ്തത്? അവരുടെ പക്കലുള്ള തെളിവുകളെല്ലാം EDക്ക് കൊടുക്കാൻ അവർ ഉത്തരവിട്ടു. അതോടുകൂടി ഇവരാകെ ഭയന്ന് ഇരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ജനങ്ങളെല്ലാം വിചാരിച്ചത് പിണറായി വിജയൻ്റെ സ്വാധീനം വെച്ച് ഈ വീണ T എന്ന് പറയുന്ന ഈ വ്യക്തി, കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ഇവിടുന്ന് കടക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് പോലും സമയം ലഭിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത്. കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ. ഇവരോടൊപ്പം തന്നെ CMRൻ്റെ ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് കൊടുത്തു, ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നോട്ടീസ് കിട്ടി ഉടനെ നമ്മുടെ CPMൻ്റെ നേതാക്കൾക്കുണ്ടാകുന്ന അസുഖം വീണ തൈക്കണ്ടിക്കും ഉണ്ടായി. അത് പിണറായി വിജയൻ്റെ മകൾക്കും ഉണ്ടായി. നമ്മൾ നേരത്തെ കണ്ടതാണ്. അറസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ നെഞ്ചുവേദന അഭിനയിക്കുക, അത് അഭിനയിക്കുക, ഇത് അഭിനയിച്ചിട്ട് അത് അവരുടെ ഭരണസമയത്ത് പോലീസ് അവരുടെ കക്ഷികളാണല്ലോ. അപ്പം അവരുടെ സംരക്ഷണം, അത് ഏത് കേന്ദ്ര ഏജൻസി വന്നാലും പോലീസിൻ്റെ സഹായം വേണ്ടതുകൊണ്ട് പിണറായിയുടെ ഭരണത്തിന് കീഴിൽ എല്ലാ തോന്നിവാസവും നടക്കുമായിരുന്നു. അപ്പം പോലീസിൽ നല്ല ഒരു വിഭാഗം സഹാക്കൾ ആയതുകൊണ്ട് അവരുടെ അടവും അഭ്യാസവും എല്ലാം നടക്കുമായിരുന്നു. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചത്? ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നായിരുന്നു വിചാരിച്ചത്. അത് നടന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇവർക്കും അസുഖം, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാരണം ഞാൻ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എനിക്ക് കഴിയുകയില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന രേഖകളെല്ലാം ഇമെയിൽ ചെയ്തു തരാം. അതെന്താ കഥ? ചോദ്യം ചെയ്യേണ്ട ആളിനെ ചോദ്യം ചെയ്യേണ്ട രേഖകളെല്ലാം ഇമെയിൽ ചെയ്ത് കൊടുക്കാം. അത് തൈക്കണ്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധിയായിരിക്കാം.
അച്ഛനും ഭർത്താവും CPM നേതാക്കളും ഒക്കെ ആണല്ലോ. പറഞ്ഞു കൊടുത്തായിരിക്കും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുത്ത് കാണും. എന്തായാലും ED പറഞ്ഞു അത് വേണ്ട, ശരി, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസത്തേക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഹാജരാകണം എന്നുള്ള ഒരു ഇളവ് അനുവദിച്ചു. ഇവരുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റ് കുറ്റവാളികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന, സഹകുറ്റവാളികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന CMRൻ്റെ ഉദ്യോഗസ്ഥർ, അതായത് ഇവർക്ക് അവിഹിതമായി മാസം തോറും മാസപ്പടി കൊടുത്തുകൊണ്ടിരുന്നവരെ ഒപ്പുയിരുത്തി ചോദ്യം ചെയ്താൽ പൂച്ച് പുറത്താകും എന്നുള്ള ഒരു ഭയം കാരണം തൈക്കണ്ടിയുടെ പിതാവായ മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഭർത്താവും മുൻ മന്ത്രിയുമായ വ്യക്തിയും ചേർന്ന് കൊടുത്ത ഉപദേശത്തിൻ്റെ പുറത്തായിരിക്കാം എന്ന് നമ്മൾക്ക് കരുതാം. ഇവർക്ക് സുഖമില്ല എന്ന് കരുതി CMRൻ്റെ ശശിധരൻ കർത്തായുടെ മകൻ ഉൾപ്പെടെയുള്ള പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരിക്കുന്നവരോടൊപ്പം ഇരുത്തി നടത്തുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇവരുടെ ഈ അഭിനയം, രോഗിയായിട്ടുള്ള അഭിനയം? അത് തന്നെയുമായിരിക്കുകയില്ല. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അവരെ പിടിച്ച് റിമാൻഡ് ചെയ്യും എന്നുള്ള ഒരു ഭയവും ഇതിൻ്റെ പിന്നിൽ കാണും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എത്ര നാളിങ്ങനെ ഒളിച്ചു കളിക്കാൻ കഴിയും? ഇവർക്ക് കൂടി വന്നാൽ 1 or 2 പ്രാവശ്യം രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഇങ്ങനെ ഒഴിവായി നിൽക്കാം. അതോ ഇവരുടെ വിചാരം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നിടം വരെ ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് ഓരോ ഒഴിവൊഴികളിൽ കൂടി ഇത് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകാം എന്നാണോ? കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളോട് പറയുന്നതാണ്, കണ്ടോ ഇതെല്ലാം വ്യാജമായിരുന്നു, വേട്ടയാടുകയായിരുന്നു എന്ന് പറയും. കാരണം പിണറായി വിജയൻ്റെ എതിരെയുള്ള ആ പേരിലുള്ള ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ, ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി സഹായിക്കാൻ വേണ്ടി ഉള്ള ശ്രമം ഉണ്ടാകും എന്ന് ഉള്ള പ്രതീക്ഷയായിരിക്കാം ചിലപ്പോൾ പിണറായി വിജയനും CPMനും ഉള്ളത്. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള കേസായിട്ട് കൂടി അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ സംഭവം ഇതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനിയുള്ള ഈ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇതിനോടൊപ്പം തന്നെ വീണയ്ക്കെതിരെ ഗുരുതരമായ മറ്റൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു കേസ് കേട്ട് തന്നെയല്ല പണം സ്വീകരിച്ചിരിക്കുന്നത്. വീണയ്ക്കെതിരെ തന്നെയല്ല, പിണറായി വിജയൻ്റെ നേരെയാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഈ മകളെ മറയാക്കി ഈ അഴിമതിയെല്ലാം കാണിച്ച് ധനം സമ്പാദിച്ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഷോൺ ജോർജ് അടുത്ത പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വീണ വിജയൻ്റെ, അതായത് പിണറായിയുടെ മകളുടെ ഈ വിദേശ അക്കൗണ്ടുകളുണ്ടായിരുന്നു. ദുബായിലെ ഏതോ ഒരു ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇരുന്ന് വീണ വിജയൻ്റെ പേരിൽ ലഭിച്ചിരുന്നിട്ടുള്ള ഈ കൈക്കൂലികളെല്ലാം അതിൽ കൂടി വിദേശത്ത് ആ ദുബൈയിലുള്ള ബാങ്കിൽ അക്കൗണ്ടിൽ കൂടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ശരിയാകാനാണ് വഴി. അവിടെ മകനെ ഈ രാഷ്ട്രീയത്തിലൊന്നും ഇറക്കാതെ പിണറായി വിജയൻ വിദേശത്തയച്ച് അവിടെ ഒരു ബാങ്കിൽ ജോലി തരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്
ഇതിനാണ് എന്നുള്ളതാണ് ജനങ്ങൾ സംശയിക്കുന്നത്. അത് സത്യമാകാനാണ് വഴിയും. അപ്പോൾ അതും അന്വേഷിക്കണം എന്നാണ്, അതായത് വീണയുടെ വിദേശ അക്കൗണ്ടുകളെ കുറിച്ചും അന്വേഷിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്നോ മറ്റോ ആണ് ഷോൺ ജോർജ് പറയുന്നത്. വീണയുടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നെന്നും ആ ആളിൻ്റെ പേര് കൂടെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചും അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചാൽ ഇത് വളരെ, ഷോൺ ജോർജിൻ്റെ അഭിപ്രായമാണ്, ഇത് 1-2 കോടികളുടെ അഴിമതിയല്ല, ഭീമമായ തുകയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കണക്കിന് നമ്മുടെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതിൻ്റെ ഒരു വിഹിതം പോലും കോടികൾ ഇദ്ദേഹത്തിന് ഈ രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഭക്തർ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനൊക്കുകയില്ല. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഈ സ്വർണം അവിടുന്ന് മോഷണം പോയി അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് കൂടി ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറാകാതിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നീട് കോടതി ഇടപെട്ടാണല്ലോ ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം നടത്തുന്നത്. എന്നിട്ട് തന്നെ എന്താണ് സംഭവിച്ചത്? അത് കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റാണ്. കോടതി ഒരു അന്വേഷണ സംഘത്തെ തീരുമാനിക്കുമ്പോൾ അവർ പറയുക, എന്തായാലും നമുക്കറിയാം സംസ്ഥാനത്തെ പോലീസ് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്, എല്ലാം സഹാക്കന്മാരാണ്, പിണറായിയുടെയും CPM-ൻ്റെയും ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുകൂടി, അത് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, അത് കോടതിക്ക് അറിയുള്ള കാര്യമാണ്. എന്നിട്ടുകൂടി അവർ സർക്കാർ ഒതുക്കി നിർത്തിയിരുന്ന ആത്മാർത്ഥതയും നിഷ്പക്ഷരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിക്കാതെ സർക്കാരിനോട് പറയുകയായിരുന്നു ഈ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. അതിന് പ്രകാരം പിണറായി വിജയൻ എന്താണ് ചെയ്തത്? തൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു. അതിനകത്ത് ഇപ്പോൾ 2 പേരുടെ കാര്യം നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. അതായത് ഈ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ വധിക്കാൻ ശ്രമിച്ച കേസ് അട്ടിമറിച്ച 2 ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യം. ഇത് അട്ടിമറിക്കുക, കേസ് ഒതുക്കി തീർക്കുക. അതിൽ നിന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഇതിൽ നിന്ന് സ്വർണ്ണക്കടത്ത് തട്ടിപ്പിൽ നിന്ന് തന്നെ നല്ലൊരു തുക പിണറായി വിജയനും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയേ നമ്മൾ സംശയിക്കുകയുള്ളൂ. കാരണം ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ, ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ. അപ്പോൾ ഇതേപോലെ പല വഴികളിൽ കൂടി ഈ അഴിമതിയിൽ കൂടി ഉണ്ടാക്കിയ പണം മകളെ മറയാക്കി നിർത്തിക്കൊണ്ട് സമ്പാദിച്ചു കൂട്ടി നമ്മുടെ കേരളത്തിനെ കട്ടുമുടിച്ച ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എല്ലാ തട്ടിപ്പുകളും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉള്ള ദൃഢനിശ്ചയത്തിലാണ് ഷോൺ ജോർജ് ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. ഷോൺ ജോർജിനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ PC ജോർജിനെതിരെ ഈ പിണറായിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കാണിച്ച ആ ഒരു തെമ്മാടിത്തരത്തിനെ ഒരിക്കലും ഷോൺ ജോർജ് മറക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ആ രീതിയിലുള്ള തോന്നിവാസ MLA ആയിട്ടുകൂടി, അത് ആർക്ക് വേണ്ടിയാണ്? പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആണ് അന്ന് പിണറായി വിജയൻ ആ അഭ്യാസമൊക്കെ കാണിച്ചത്. അതൊരിക്കലും ഷോൺ ജോർജ് മറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പിണറായി വിജയന് തട്ടിപ്പും ഈ അഴിമതി കോടികളുടെ ഈ സമ്പാദ്യവും എല്ലാം പുറത്തു കൊണ്ടുവരാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ ഷോൺ ജോർജ് പോകുന്നത് കൊണ്ട് ഈ കേസിൽ
അല്ലെ പിണറായി വിജയൻ്റെ ഈ അഴിമതികളെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ് കേരളത്തിലെ നിഷ്പക്ഷരും സമാധാനകാംക്ഷികളും രാജ്യസ്നേഹികളുമായിട്ടുള്ള എല്ലാ ജനവിഭാഗവും കരുതുന്നത് എന്നുള്ളതാണ് ആശ്വാസജനകം. അവരുടെ മുന്നിൽ ആകെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അസുഖമാണെന്നും പറഞ്ഞ് ചോദ്യം ചെയ്യലിന് തയ്യാറായി നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ED ഇവർക്ക് അത് അംഗീകരിച്ചുകൊണ്ട് സമയം നൽകുന്നത് എന്നുള്ള കാര്യമാണ്. അത് കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാവകാശം തേടുന്നതല്ലേ എന്നുവരെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. അസുഖമാണെന്നുണ്ടെങ്കിൽ അവർ ചികിത്സയ്ക്ക് പോകണ്ടേ, ചികിത്സിക്കണ്ടേ? ഇത് ഒരു ചികിത്സയുമില്ല, ഒരു മെഡിക്കൽ സഹായം തേടുന്നുമില്ല, ഒന്നുമില്ല. വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഇത് ഒഴിവാകാൻ വേണ്ടി പറയുകയാണ്, സുഖമില്ലാത്തത് കൊണ്ട് അന്നേ ദിവസം എനിക്ക് ഹാജരാകാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രേഖകൾ ഞാൻ മെയിൽ ചെയ്ത് ചെയ്യാം എന്നുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്? സാധാരണക്കാരന് ഒരു നിയമം, ഇതേപോലുള്ള കള്ളത്തരം കാണിക്കുന്നവർക്കും ഒക്കെ വേറൊരു നിയമം. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി അതനുസരിച്ച് വേണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് നിന്നുള്ള സഹായം ലഭിക്കുന്ന ഇത്തരം കുറ്റവാളികൾക്കെതിരായ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.